ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത് കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ ഇടുന്നത്. ആക്ച്വലി ഇത് എടുത്തു വെച്ചിട്ട് ഏതാണ്ട് 3-4 മാസമായേ. ഞാൻ നാട്ടിൽ ചെന്ന പാടെ എടുത്ത വീഡിയോ ആണിത്. ചേട്ടൻ്റെ വീട്ടിലായിരുന്നപ്പോൾ ഉള്ളതാണ്. എനിക്കങ്ങോട്ട് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടണില്ല, ഒന്ന് സെറ്റായി വരണതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ അത് രാവിലെ എണീറ്റ് വന്നേക്കണമെന്നല്ല കേട്ടോ, ഒരു 7:30 മണിയൊക്കെ ആയിട്ട് 7:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും. അവിടെ പിന്നെ അങ്ങനെ നേരത്തെ എണീക്കണം അങ്ങനെയൊന്നുമില്ല. ശരിക്കും ഈ കൊച്ചൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസൊക്കെ എത്ര പെട്ടെന്നല്ല ചേഞ്ച് ആവണത്. ഞാൻ ചത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ഒരാളാണ്, പക്ഷേ ഇപ്പം അഡ്ജസ്റ്റായി. അത് ഞാൻ മാത്രമല്ല, എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നല്ല ആണ്. കാരണം നമ്മൾ ഈ രാത്രിയിലൊക്കെ ഇടയ്ക്ക് ഫീഡ് ചെയ്യുന്ന കാരണം നമുക്ക് ആ കണ്ടിന്യൂസ് സ്ലീപ്പ് അങ്ങോട്ട് കിട്ടത്തില്ല. അപ്പം നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ അയ്യോ ഉറക്കം മൊത്തമായിട്ട് കഴിഞ്ഞില്ലല്ലോ, അങ്ങനെ ആ ഒരു ഇതോടെ ആയിരിക്കും എപ്പോഴും എണീക്കൽ. അങ്ങനെ ഞാൻ എണീറ്റ് വന്ന് ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പാത്രം കുറച്ച് കിടപ്പുണ്ടായിരുന്നു കേട്ടോ, അതിങ്ങനെ തേച്ച് മുഴക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇങ്ങനെ ഫോൺ വെച്ചേക്കുന്നത് കണ്ടിട്ട് വന്നിങ്ങനെ എന്താണ് സംഭവം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കണുണ്ടായിരുന്നു. ഈ രാത്രിയിൽ ഫീഡ് ചെയ്യുന്നവർക്കറിയാം, നമുക്ക് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അതുകൊണ്ട് പിന്നെ ചടപ്പടയെന്ന് പാത്രമൊക്കെ തേച്ചിട്ട് ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു. പൊട്ടും പഴമായിരുന്നു ഇന്ന് കാപ്പിക്ക്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഇത് നോക്കുമായിരുന്നു. മുരിങ്ങയില എനിക്കും നല്ലതാണ്, പിന്നെ അച്ഛനും വയ്യാത്തതുകൊണ്ട് മുരിങ്ങയില കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മുരിങ്ങയില ഒരുക്കുമായിരുന്നു ഞങ്ങൾ. എൻ്റെ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ കൊച്ചിനെ കളിപ്പിക്കുമായിരുന്നു. ഈ പൂജാരിയൊക്കെ മണ്ണിടിക്കണ പോലെയൊക്കെ തോന്നുന്നില്ലേ. ആക്ച്വലി കൊച്ചിൻ്റെ കരച്ചിൽ നിർത്താനാണ് ചെയ്യുന്നത്, പക്ഷേങ്കിൽ അവൻ നല്ല ആഞ്ഞ് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവനെ കുളിപ്പിക്കാനുള്ള പരിപാടികൾ നോക്കുമായിരുന്നു. അവൻ എണീറ്റ് വന്നപ്പോൾ ഏതാണ്ട് ഒരു 9-10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അങ്ങനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവനെ പാൽ കൊടുത്ത് ഉറക്കി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഷേക്ക് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രഹസനമാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് ഈ കാണുന്നത്. പക്ഷെ അടിപൊളിയായിരുന്നു, ആരും പറഞ്ഞില്ല. പിന്നെ ഞാൻ തന്നെ അങ്ങോട്ട് വീഡിയോ എടുത്ത് ആസ്വദിച്ച് കുടിച്ചങ്ങോട്ട് സമാധാനിച്ചു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കൊച്ചർക്ക് എണീറ്റു. അവനാണെങ്കിൽ നാട്ടിൽ ചെന്നപ്പം പകൽ അങ്ങനെ ഉറങ്ങില്ലായിരുന്നു, എന്നാൽ രാത്രി കിടന്നുറങ്ങിക്കോളുമായിരുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചായി. പകൽ നല്ല ഡീപ്പ് സ്ലീപ്പും രാത്രിയിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഉറക്കങ്ങളും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് എണീക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ അവനെ കൊടുത്തിട്ട് തുണി വിരിക്കാനായിട്ട് പോയി. തുണി വിരിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം അവിടെ നിൽക്കും ഇങ്ങനെ. കാരണം ആ പാടും കാറ്റും തെങ്ങും ഇതൊക്കെ കണ്ട് നിൽക്കാൻ നല്ല രസമാണ്. പിന്നെ ഞാൻ തുണി കുറച്ചിട്ടുണ്ടായിരുന്നു മടക്കാൻ വേണ്ടിയിട്ട്, അതെല്ലാം എടുത്ത് മടക്കി പെറുക്കി വെക്കുമായിരുന്നു. ഇതിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലായതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ ചെന്നാൽ പിന്നെ ഞാൻ അനങ്ങൂല്ല, അങ്ങടെ ഒരു ഇരിപ്പാണ്. കൊച്ചിനെ അമ്മയുടെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കും. എനിക്ക് തോന്നുന്നത് എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കാനാണ് സാധ്യത. അപ്പോഴേക്കും ചോറുണ്ണാറായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ചോറുണ്ണായിരുന്നു. ഈ എന്നെ കഴിക്കുന്ന സമയത്ത് എനിക്ക് ടി വി കാണാൻ പറ്റത്തുള്ളൂ, കാരണം അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഒരു കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടക്കും. ആ ഒരു കിടപ്പേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് എനിക്ക് 3 മാസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ 3 മാസം വരെ ഇടയ്ക്കിടയ്ക്ക് കിടക്കണം എന്നല്ലേ പറയണേ സിസേറിയൻ കഴിഞ്ഞവർ. പക്ഷേ ഞാൻ കിടക്കലേ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് ഏതാണ്ട് ഒരു 10:45 ആയപ്പോഴാണ് നാട്ടിലേക്ക് പോണത്. നാട്ടിൽ ചെന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് യാത്രയൊക്കെ ആയിരുന്നുകൊണ്ട് അതിൻ്റെ എനിക്കിപ്പം അനുഭവിക്കുന്നുണ്ട്. ഇപ്പം നല്ല നടുവേദനയാണ്. ഇച്ചിരി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും തന്നെ നടുവേദന എടുക്കും. അതുകൊണ്ട് എല്ലാവരും അമ്മമാരെ കിടക്കാൻ പറയുന്ന സമയത്ത് കിടക്കണം കേട്ടോ, കിടന്നില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചായയൊക്കെ കുടിച്ചു. എൻ്റെ ഇടയ്ക്ക് അമ്മ പരിപ്പോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രിയിലത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇത്രയുടെ ഉള്ളൂ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ ബൈ ബൈ.